ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. റിവഞ്ചറാണ്. അപ്പോൾ ഗായ്സ്, നമ്മളിന്ന് ട്രേഡിംഗ് ഹാളിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയായിട്ടുണ്ട്. 10 നമ്മുടെ സ്മിത്തിൻ്റെ വെച്ച് ടൂൾ സ്മിത്തിനെയൊക്കെ 10 ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഗൈസ്, എൻ്റെ സ്ക്രീനിൻ്റെ ബാക്കിൽ എനിക്ക് ഒരാളെ കാണാൻ പറ്റുന്നുണ്ട്. ഗൈസ് ഞാനിവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇവിടെ ഇട്ട് അയങ്കോളം ഫോണായി. അതിൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. അത് ഫോണായിട്ട് എന്താ സംഭവം ആലോചിക്കുമ്പോഴാണ് ഞാൻ ആലോചിക്കണം, ഈ ഇവിടെ 20 ബെഡ് ഉണ്ട്, പിന്നെ 10 വില്ലേജറൊന്നും ആക്കി വെച്ചപ്പോഴേക്കാണ് സ്പോണായത്. അപ്പൊ ഈ മൈൻക്രാഫ്റ്റ് ഇതിനൊരു വില്ലേജ് ആക്കിയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അത് കാരണമാണ് അയൻകുളം സ്പോണായത്. അപ്പൊ ഇനി 20 വില്ലേജർ ആകുമ്പോ ഒരു അയൻകുളം കൂടി സ്പോണാകും. അപ്പൊ ഞാൻ ഒരെണ്ണത്തിൽ ആദ്യം കൊന്നായിരുന്നു. അതിനെ കൊന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരെണ്ണം സ്പോണായപ്പോ ഞാൻ കൊന്നില്ല. ആ സ്പോണായത് ഇവിടെ ഞാൻ കെട്ടിച്ചിട്ടുണ്ട്. കണ്ടോ, കെട്ടിച്ചിട്ടുണ്ട് കണ്ടോ. അപ്പൊ ഗൈസ് 10 വില്ലേജർ ആക്കിയിട്ടുണ്ട്. കാണിച്ചാൽ 10 വില്ലേജർ അങ്ങോട്ടും. പിന്നെ ഇത് 4 സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതേ ഒരു ഫ്ലെച്ചറേയും കൂടി വെച്ചിട്ടുണ്ട്. ഫ്ലെച്ചർ കണ്ടോ, ഫ്ലെച്ചർ സ്റ്റിക്ക് കൊടുത്ത എമറാൾഡ് ഇതാക്കിയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ കണ്ടോ ഗൈസ്, എമറാൾഡ് ഞാൻ കുറച്ച് ഇവന്റ് ട്രേഡ് ചെയ്തു. പിന്നെ ഈ ടൂൾ സ്മിത്തിന് അൺലോക്ക് ചെയ്യാൻ വേണ്ടി ട്രേഡ് ചെയ്തപ്പോൾ കിട്ടി. അങ്ങനെ കുറച്ച് പേര് അൺലോക്ക് ആക്കിയിട്ടുണ്ട് ഈ എമറാൾഡ് വെച്ച്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പണിയെന്ന് വെച്ചാൽ കുറച്ചും കൂടി ഫ്ലെച്ചർ നമുക്ക് കൊണ്ടുവരും ഗൈസ്. എന്നാലത് ഇവിടെ ഒരു 4 ഫ്ലെച്ചറും കൂടി വേണം. എന്നാലും ഇച്ചിരി കൂടി സെറ്റോട് എമറാൾഡ് ട്രേഡ് ചെയ്യാൻ വേണ്ടി. പിന്നെ എമറാൾഡ് ട്രേഡ് ചെയ്യാനുള്ള സ്റ്റിക്ക് എവിടെ വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഗൈസ്, ചിക്കനെ ഒപ്പിച്ചത് ഇങ്ങനെയാണ് ഗൈസ്. കുറെ മരത്തിന്റെ സാപ്പ് വെച്ച് മരം ഉണ്ടാക്കിയിട്ട് ഞാൻ അതിനെ വുഡാക്കി ആ വുഡ് സ്റ്റിക്കാക്കി ജസ്റ്റ് എടുത്തത്. ഇപ്പൊ ഒരു സ്റ്റിക്കില്ല, ഞാൻ എല്ലായിടത്തും ട്രേഡ് ചെയ്താണ് ഇത്ര. പക്ഷേ ഭയങ്കര പണിയാണ് സ്റ്റിക്ക് വെച്ച് ട്രേഡ് ചെയ്യാൻ. പിന്നെ അയണാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് കുറച്ചിട്ടുള്ളൂ, എഫിഷ്യൻസി ഇല്ല അധികം. അങ്ങനെ റേറ്റ് കുറച്ചത്ര കുറച്ച് ഇത് കുറെ നേരം എടുക്കും സ്പോണാൻ. അധികം പെട്ടെന്ന് സ്പോൺ ആകാനുള്ള അയൻകുളം. അപ്പൊ അയൺ വെച്ച് ട്രേഡ് ചെയ്യാൻ മാത്രം നടക്കൂല. അപ്പൊ ഞാൻ വിചാരിച്ചു ഫ്ലെച്ചറേയും കൂടി ഇവിടെ കൊണ്ടുവരാന്ന്. അപ്പൊ അങ്ങനെയാണ് ഇപ്പോഴത്തെ പ്ലാനിന്റെ. അപ്പൊ അങ്ങനെ എമറാൾഡ് ട്രേഡ് ചെയ്ത് കാർമറും ടൂളും എല്ലാം സെറ്റാക്കിയിട്ട് നേരെ നെതറിൽ പോയിട്ട് ബ്ലേസിനെ അങ്ങ് കൊന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, എൻഡറാനെ കൊല്ലും. ഗൈസ്, ഞാൻ കുറച്ച് എമറാൾഡ് കിട്ടിയത് ഇവനങ്ങ് ട്രേഡ് ചെയ്ത് ഈ ബ്രെഡ് അങ്ങ് വാങ്ങിച്ച് അങ്ങനെ കുറച്ച് ബ്രെഡ് വാങ്ങിച്ചിട്ട് ഞാൻ കിട്ടുന്നുണ്ട്. 18 ഉണ്ടായി. അത് ട്രേഡ് ചെയ്ത് മേടിച്ചിട്ട് ബ്രീഡ് അടിച്ച് കുറച്ചും കൂടി. ഇപ്പൊ 2 വില്ലേജർ കിടക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ബ്രീഡ് അടിക്കണം ഗൈസ്. അങ്ങനെയുണ്ട് പണി. ഇനി എത്ര വില്ലേജർ? 4 വില്ലേജറും കൂടി വേണം ഗൈസ്. എന്നിട്ട് നമുക്ക് അവിടെ നമ്മുടെ ട്രേഡിംഗ് ഹാളിൽ ട്രേഡിംഗ് ഹാളിൽ ഫ്ലെച്ചർ അങ്ങ് വെക്കാം. ഫ്ലെച്ചിൻ ടേബിൾ വെച്ച് നമുക്ക് അമ്മ ഇതാക്കാം. ഞാൻ ഫ്ലെച്ചിൻ ടേബിൾ ഒന്ന് ക്രാഫ്റ്റ് ചെയ്യണം. അതിനുള്ള ഞാൻ സ്റ്റീൽ ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പൊ അത് ചെയ്തിട്ട് നമുക്ക് വീണ്ടും കാണാം ഗൈസ്. ഞാനിവിടെ വില്ലേജറിനെ ബ്രീഡ് ചെയ്ത് 4 വില്ലേജർ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഈ 3 പേര് ഇങ്ങനെ ചാടിക്കളിക്കണം. പക്ഷെ ഒരുത്തം മാത്രമാണ് അവിടെ കൂളായിട്ട് നിൽക്കുന്നത്. അവനൊരു എഡിറ്റ് കൊടുക്കണം. മാസമായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് ഗൈസ്. അപ്പൊ ഗൈസ്, ബാക്ക് ടു വർക്ക്. 4 പേരും വലുതായിട്ട് ഞാൻ അവിടെ ട്രേഡിംഗ് ഹാളിൽ ഫ്ലെച്ചറാക്കി വെച്ചിട്ട് നമുക്കൊന്നും കൂടി കാണാം. ഓക്കെ, അങ്ങനെ ഫൈനലി അവസാനത്തെ ഫ്ലെച്ചറും കൂടിയാണ് ഗൈസ്. ഫൈനലി ഇതും കൂടി കഴിഞ്ഞാൽ ഫ്ലെച്ചറൊക്കെ ആയി. 4 ഫ്ലെച്ചർ മതി എന്തായാലും. അധികം വേണ്ട. ഇനി നമ്മുടെ പ്ലാൻ എന്ന് വെച്ചാൽ എന്താണ്, എമറാൾഡ് ട്രേഡ് ചെയ്യണം. എമറാൾഡ് എല്ലാം സ്റ്റിക്ക് കൊടുത്ത് എമറാൾഡ് മരം കുറച്ചെടുക്കണം. എന്നിട്ട് അൺലോക്ക് ചെയ്തിട്ട് പിന്നെ അയൺ ട്രേഡ് നടക്കാൻ ഇച്ചിരി പണിയാണ്. എന്തായാലും അയൺ നമുക്ക് യൂസ് ചെയ്യാം. അയൺ എന്തായാലും കുറച്ചുണ്ടാവും. കുറച്ചല്ല, അങ്ങനെ പെട്ടെന്ന് കിട്ടില്ല. ഇച്ചിരി പാടാണ്. കുറെ നേരം അയൺ കിട്ടാണ്ട് കുറെ നേരം സമയം. ഓക്കെ, ഞാൻ ഈ ആരോ മേടിക്കുന്ന രീതിയിലാണ് എല്ലാ ഫ്ലെച്ചർ ആക്കി ചെയ്യുന്നത്.
കണ്ട ആരും മേടിക്കാൻ രീതിയിലാണ് 4 ഫ്ലെക്ചർ 5 ഫ്ലെക്ചർ മാർക്ക് 5 ഫ്ലെക്ചറെ ഞാൻ കൂടി എന്താണ് ആരും മേടിക്കാൻ രീതിയിലാണ് ആക്കി തരുന്നത്. അപ്പൊ കുഴപ്പമില്ല. ഞാൻ ആദ്യമേ ഒരാളെ വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. പിന്നെ നമ്മൾ ഈ എപ്പിസോഡിൽ 4 കൂടി വെച്ചു. ഇനി നമ്മുടെ പ്ലാൻ വെച്ചാൽ മരം വെട്ട, ചിക്ക് എടുക്കുക, നേരെ ട്രേഡ് എമറാൾഡ് കുറച്ച് ഒപ്പിക്കുക. ഇപ്പൊ വരാം ഗൈസ്. അപ്പൊ ഞാൻ ട്രേഡിംഗ് ഹാളിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ട്രേഡ് ചെയ്ത് രാത്രി ഒന്ന് കിടക്കട്ടെ ഗൈസ്. അപ്പൊ ഗൈസ് നമുക്ക് ട്രേഡ് ചെയ്ത് തുടങ്ങാം. ഫസ്റ്റ് കുറച്ചൊന്നും മേടിച്ചിട്ടുണ്ട്. ഇതൊരു 64 ആക്കണം. ഇവിടെ ഇതൊരു 64 ആക്കണം. ട്രേഡ് ചെയ്യാൻ പോലെ ചിക്കാക്കിട്ട് ഇപ്പൊ ഞാൻ വീണ്ടും ഒന്ന് ട്രേഡ് ചെയ്യാൻ വേണ്ടി ഞാൻ എല്ലായിടത്തും മേടിക്കാം. ഇതിനടുത്ത് മേടിച്ചില്ല. എല്ലായിടത്തും കൂടി എല്ലായിടത്തും 64 അങ്ങനെ ഗൈസ് നമുക്കിപ്പോ ഒരു സ്റ്റാക്ക് 2 എണ്ണം കിട്ടുന്നുണ്ട് ഗൈസ്. ഒരു സ്റ്റാക്ക് 2 എണ്ണം കിട്ടുന്നുണ്ട്. അപ്പൊ ഗൈസ് ഇന്നത്തെ എപ്പിസോഡ് ഇത്രയുള്ളൂ ഗൈസ്. ഇനി മുതൽ നമ്മൾ ട്രേഡ് ചെയ്ത് സാധനങ്ങളൊക്കെ കാണിച്ചു പോകുന്നത്. ഇപ്പൊ എമറാൾഡായി നമ്മുടെ അടുത്ത എപ്പിസോഡിൽ നമ്മൾ എമറാൾഡ് വെച്ച് കുറെ ട്രേഡ് ചെയ്ത് ടൂൾസും ആർമൊക്കെ മേടിക്കാൻ കാണിച്ചു പോകണം. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക. ബൈ ഗൈസ്. അപ്പൊ എന്തായാലും നമ്മൾ ചെയ്തിട്ട് വരുള്ളൂ ഗൈസ്. എന്തൊക്കെയായാലും നമ്മൾ ട്രേഡ് ചെയ്ത് ഇതൊക്കെ സെറ്റ് ആയിട്ട് വരുള്ളൂ ഗൈസ്. അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്യുക. ബൈ ഗൈസ്. ബൈ.